അമൽ നീരദിന്റെ DOP, അൻവർ റഷീദിന്റെ ഡയറക്ഷൻ, ഫഹദ് ഫാസിൽ മെയിൻ റോള്, കൂടാതെ ഗൗതം വാസുദേവ് മേനോൻ, ദിലീഷ് പോത്തൻ, നസ്രിയ, ബാസി, സൗബിൻ ഇങ്ങനെ ഈ പടം ഇറങ്ങിയ സമയത്ത് ഹൈപ്പ് കയറാനുള്ള എല്ലാം ഈ സിനിമയുടെ ക്രൂവിൽ തന്നെ ഉണ്ടായിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ ആയ രാജമാണിക്യം, ചോട്ടാ മുംബൈ, അണ്ണൻ തമ്പി പോലുള്ള സിനിമകൾ നമുക്ക് തന്ന സക്സസ്ഫുൾ ഡയറക്ടർ അൻവർ റഷീദിന്റെ 7 വർഷത്തിന് ശേഷം വരുന്ന സിനിമയായിരുന്നു ട്രാൻസ്. കൂടാതെ സ്റ്റൈലിഷ് ഡയറക്ടർ അമൽ നീരദിന്റെ സിനിമാറ്റോഗ്രാഫിയും. ടെക്നിക്കലി ടോപ്പ് നോച്ചും ഫഹദിന്റെ മാസ്മരിക പ്രകടനവുമായിട്ട് വന്ന ഈ സിനിമ പക്ഷെ ബോക്സ് ഓഫീസിലെ പ്രതീക്ഷ അത്ര വിജയത്തിലേക്ക് എത്തിയില്ല. മലയാളത്തിൽ അതുവരെ വന്നതിൽ ഏറ്റവും മികച്ച DOPയും കളർ ഗ്രേഡിങ്ങും എഡിറ്റിംഗും എല്ലാം ഈ സിനിമയിലാണെന്ന് പറയാം. ഈ പടം പക്ഷെ ആളുകൾക്ക് അത്ര ദഹിച്ചില്ല. ടെക്നിക്കൽ ബ്രില്യൻസ്, കഥയിലെ ലേയേഴ്സ്, ഷോർട്സ്, സിനിമയുടെ ഫ്രഷ് കൺസെപ്റ്റ് ഇതിലെല്ലാമാണ് മേക്കേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഈ ചേരുവകളുടെ കൂടെ തിരക്കഥയും കൂടി ചേർന്ന് വന്നപ്പോൾ, അതായത് ഇതെല്ലാം കൂടി ഒത്തുചേർത്തൊരു സിനിമയാക്കി മാറ്റുന്നതിൽ ക്രിയേറ്റേഴ്സ് പരാജയപ്പെട്ടു പോയി എന്ന് പറയാം. വിജു പ്രസാദ് എന്ന ഫഹദിന്റെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കുഞ്ഞു ജീവിതത്തിലൂടെ തുടങ്ങി രക്ഷപ്പെടാൻ കിട്ടിയ ചാൻസ് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഏറ്റെടുത്ത വിജു പിന്നീട് ജോഷ്വയാകുന്നു. പിന്നീട് താൻ ചെയ്ത തെറ്റുകൾ തിരുത്തുന്നു. ഇങ്ങനെ ഒരു സിമ്പിൾ ക്ലീഷേ പ്ലോട്ടായിട്ട് ഈ സിനിമേനെ വേണമെങ്കിൽ കാണാം. പക്ഷെ ഈ സിനിമയുടെ ഉള്ളിൽ വരുന്ന സബ് പ്ലോട്ട്സും ലേയേഴ്സും എല്ലാം ഇതൊന്നും അല്ല മേക്കേഴ്സ് ഉദ്ദേശിച്ചതെന്ന് തോന്നിപ്പിക്കും. കുമ്പളങ്ങി നൈറ്റ്സിലെ ഫഹദിന്റെ ഷമ്മിയുടെ ഡബിൾ ഡോസിലുള്ള ക്യാരക്ടർ ആയിരുന്നു ട്രാൻസിലെ ഫഹദിന്റെ റോള്. ബിഗ് ഗംസിന് ശേഷം എക്സെൻട്രിക് ആയിട്ടുള്ള റോൾസ് കൈകാര്യം ചെയ്യാനായിട്ട് ഇന്നുള്ളതിനേൽ ഫഹദിനേക്കാളും ക്യാപ്പബിൾ ആയിട്ടുള്ള വേറൊരു ആക്ടർ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ട്രാൻസിലെ ഫഹദിന്റെ അഭിനയത്തിന് ഓസ്കാർ കിട്ടിയാലും വലിയ അത്ഭുതമൊന്നുമില്ല. ഹോളിവുഡിലെ ജോക്കറൊക്കെ പോലെയുള്ള ഒരു ക്യാരക്ടർ തന്റെ കണ്ണുകളും ചിരിയും ബോഡി ലാംഗ്വേജും എല്ലാം വെച്ച് ഫഹദ് ആ ക്യാരക്ടറിനെ മികച്ചതാക്കി മാറ്റി. ഈ സിനിമയിൽ ഫഹദ് അല്ലെങ്കിൽ പിന്നെ ആര് ജോഷ്വയെ ചെയ്യുന്നതിന് എനിക്കൊരു ഉത്തരവില്ല. വിജുവിന് ചെയ്യാൻ മേ ബി ആളുകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ജോഷ്വയെ തൊടാൻ മുടിയാതെ. ഇനി ടെക്നിക്കൽ ബ്രില്യൻസ് മാറ്റിവെച്ച് സിനിമയിലേക്ക് വരാം. പ്രേക്ഷകർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും ഇമോഷണൽ കണക്ഷൻ തരാനും സാധിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ട്രാൻസിന്റെ. ഫഹദിന്റെ ചെറിയ റിയലിസ്റ്റിക് കോമഡീസും ബാസിയുടെ മികച്ച പ്രകടനവും ചെറുതായിട്ട് പ്രേക്ഷകരെ ടെൻഷൻ അടിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥാഗതിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ബാസിയുടെ ആത്മഹത്യക്ക് ശേഷം ഫഹദിന്റെ അവസ്ഥയും എല്ലാം ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. ബാസി ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും മികച്ച ഒരു അഭിനയ പ്രകടനമാണ് ഈ സിനിമയിലേത്. സിനിമയുടെ പുറമെ നിന്ന് നോക്കുമ്പോൾ വ്യാജ പ്രവാചകന്മാരെ എക്സ്പോസ് ചെയ്ത് അതിന്റെ പേരിൽ ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നവർക്കും സ്വയം ദൈവങ്ങളാണെന്ന് വരുത്തി തീർക്കുന്നവർക്കൊക്കെ ഒരു അടി കൊടുക്കുന്ന സിനിമയാണെന്നും പെന്തക്കോസ്റ്റ്, ക്രിസ്ത്യാനിറ്റി എന്നിവയെ വളച്ചൊടിച്ച് താഴ്ത്തിക്കെട്ടാനുള്ള പടമാണെന്നൊക്കെ ആ സമയം ഈ സിനിമയെ പറ്റി പറഞ്ഞ് വിവാദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ആക്ച്വലി ക്രിയേറ്റേഴ്സ് മതങ്ങളെയും വിശ്വാസികളെയും ഒന്നും താഴ്ത്തിക്കെട്ടാനായിട്ടല്ല ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. മറിച്ച് മതവും വിശ്വാസവും ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെയാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ തെറ്റിദ്ധാരണ ട്രാൻസിന്റെ വിജയത്തിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം ട്രാൻസിൽ ടിയാൻ പോലെ ഇൻഡയറക്റ്റ് ആയിട്ടല്ല, മറിച്ച് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ദൈവങ്ങളെയും മതങ്ങളെയൊക്കെ പറ്റിയിട്ട് പോർട്രേ ചെയ്തിരിക്കുന്നത്. കോമൺ ആളുകൾ ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പെക്ട് ഇന്ന മതത്തിനിട്ട് കൊട്ടിയിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഇത് മാത്രമായിരുന്നില്ല ആ സിനിമയുടെ പ്രശ്നങ്ങൾ. ഒരു സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ അവർ എന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണോ കഥയിലൂടെ പറയേണ്ടത് അത് കൃത്യമായിട്ട് സിനിമയിലൂടെ കാണിക്കണം. അത് സ്പൂൺ ഫീഡിംഗ് ആയാലും അല്ലെങ്കിലും മെജോറിറ്റി പ്രേക്ഷകർ സിനിമ കാണുന്നത് എന്റർടൈൻമെന്റിനാണ്. സിനിമയിലെ ബ്രില്യൻസ് കണ്ടുപിടിക്കാനും അത് ഡീകോഡ് ചെയ്യാനൊക്കെ ആയിട്ട് സിനിമ കാണുന്നവർ വളരെ കുറവാണ്. സിനിമ കാണുമ്പോൾ എന്താണ് മനസ്സിലായത് എന്നതനുസരിച്ചാണ് സിനിമ നല്ലതാണോ അല്ലയോ എന്ന് ഒരാൾ തീരുമാനിക്കുന്നത്. അല്ലാതെ സിനിമ കണ്ടതിന് ശേഷം അതിൽ ഹിഡൻ ഡീറ്റെയിലിംഗും എക്സ്പ്ലനേഷനും യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ വർക്കാകാത്ത സിനിമ അപ്പോൾ വർക്കാവില്ല. സോ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എത്ര വളച്ചൊടിച്ചിട്ടാണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റേഴ്സിന് ആവണം. ട്രാൻസിലെ ടെക്നിക്കൽ സൈഡ് എല്ലാം നന്നായിരുന്നു, പക്ഷെ സിനിമ കൂടുതൽ ടെക്നിക്കൽ സൈഡിന് ചുറ്റിപ്പറ്റി നിന്ന് കഥയിൽ നിന്ന് പ്രേക്ഷകരെ അകറ്റിക്കൊണ്ടേയിരുന്നു. സെക്കൻഡ് ഹാഫ് ആണ് പാളിപ്പോയത്. എല്ലാ ടെക്നിക്കൽ സൈഡും കഥയ്ക്കും തിരക്കഥയ്ക്കും വേണ്ടിയുള്ളതാവണം. പക്ഷെ ട്രാൻസിലെ സെക്കൻഡ് ഹാഫിൽ റിയൽ ലൈഫ് ഏതാ, ഫാന്റസി ഏതാ, ഹാലൂസിനേഷൻ ഏതാ എന്നൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് ക്രിയേറ്റർക്ക് കഴിഞ്ഞില്ല. അതായത് കഥ കറക്റ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിലെ തിരക്കഥ ഷൂട്ടിങ്ങിന്റെ ടൈമിൽ പലവട്ടം തിരുത്തി എഴുതിയിരുന്നു. പല സീനുകളും ഷൂട്ടിങ്ങിന്റെ ടൈമിലാണ് കൂട്ടിച്ചേർത്തതെന്നൊക്കെ കേട്ടിരുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ സിനിമയുടെ കഥയ്ക്ക് കൃത്യമായിട്ട് ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അതായത് വിജു എന്ന ക്യാരക്ടർ കാശിന് വേണ്ടി ഒരു പാസ്റ്റർ ആകുന്നു. കാശ് വന്നു ചേരുമ്പോൾ അഹങ്കാരവും മാർത്തിയും കാരണം അവൻ ഒരു ഈവിൾ ആയിട്ട് മാറി അവസാനം ഒന്നുമല്ലാതായി തീരുന്നു. ഇതാണോ സിനിമയുടെ ഫോക്കസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ആണെന്നും അഭിപ്രായം ഉണ്ടാവും, എന്നാൽ കുറെ പേർക്ക് അല്ല എന്നും അഭിപ്രായം ഉണ്ടാവും. കാരണം ജോഷുവ ക്യാഷിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നവനാണെന്ന് പോർട്രേ ചെയ്തിട്ടില്ല. മാത്രമല്ല ക്ലൈമാക്സിൽ അവൻ നല്ലവനും ആകുന്നില്ല, അല്ലെങ്കിൽ അവൻ സ്വരുക്കൂട്ടിയതൊന്നും അവന്റെ കയ്യിൽ നിന്ന് പോകുന്നുമില്ല. മാത്രമല്ല മെയിൻ ക്ലൈമാക്സ് ജോഷുവ എന്ന ക്യാരക്ടറിലല്ല, മറിച്ച് വിനായകന്റെ ക്യാരക്ടറിലാണ്. ഇനി പുതിയ മുഖം സിനിമ പോലെ സൈക്കോ ആയ മെന്റൽ ഹെൽത്ത് പോയ ഒരാളുടെ സർവൈവൽ ആണോ ഈ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ഇനി ജോഷുവ ബുദ്ധിയും ശക്തിയൊക്കെ വെച്ചിട്ട് വില്ലന്മാരുടെ സൈഡിൽ നിന്ന് എല്ലാം നേടിയെടുക്കുന്നതാണോ കഥാഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും.
കാരണം നായകന്റെ കറക്റ്റ് ഫോക്കസ് അല്ലെങ്കിൽ ഗോൾ എന്താണെന്ന് പറയാനായിട്ട് ഈ സിനിമയിൽ ആയിട്ടില്ല. സോ ഈ കഥയിൽ ഏതെങ്കിലും ഒരു ത്രെഡിൽ ഫോക്കസ് കൊടുത്ത് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ പടം കൂടുതൽ നന്നായേനെ. ബൈ ദ വേ, ഈ സിനിമ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവികളിൽ ഒന്നാണ്. തിയേറ്ററിൽ ഇരുന്ന് ആർത്ത് ഉല്ലസിച്ച് കണ്ട സിനിമയാണ്. ഇനി ഒരു ഫാക്ട് പറയാം, എത്ര ഫ്രഷ് സ്റ്റോറി ആണെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും സ്പൂൺ ഫീഡിംഗ് ആണ് ഇഷ്ടം. ഓപ്പൺ എൻഡിങ് അല്ലെങ്കിൽ ഒരു ഉത്തരം ബാക്കി വെച്ചിട്ട് ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് നിർത്തുന്ന സിനിമകൾ മിക്കവർക്കും താല്പര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന തോന്നലിനേക്കാൾ ഉപരി കഥാപറച്ചിലെ കൺഫ്യൂഷൻസ് ആണ് ട്രാൻസിന് ഡൗണിന് പിന്നിലെ മെയിൻ കാരണം. പിന്നെ പടം ഇറങ്ങി OTT ഒക്കെ വന്നപ്പോൾ ലൂസി ഡ്രീംസ് എസ്തർ ക്യാരക്ടർ ഹാലുസിനേഷൻ ആണെന്നൊക്കെ പറഞ്ഞു കണ്ടിരുന്നു. പക്ഷെ റൈറ്ററോ ഡയറക്ടറോ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അത് ഇതിന്റെ റൈറ്റർ വിൻസെന്റിന്റെ ക്യൂ മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അങ്ങനെ അവർ ഉദ്ദേശിക്കാത്തിടത്തോളം ഇതിന് പിന്നിലെ ഹിഡൻ ഡീറ്റെയിലിംഗ് ആയ ലൂസി ഡ്രീംസും ഹാലൂസിനേഷനും എല്ലാം ഇനി പറയേണ്ട ആവശ്യമില്ല. ബൈ ദ വേ, ഇനി ലൂസി ഡ്രീം ആണെങ്കിൽ പോലും അതും മര്യാദയ്ക്ക് കൺവേ ആക്കാനായിട്ട് ക്രിയേറ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. സോ ആ രീതിയിലും ഈ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിലും ഒരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ കഥ അറ്റ്ലീസ്റ്റ് ഒരു 90% ആളുകൾക്കെങ്കിലും കറക്റ്റ് ആയിട്ട് കണക്ട് ആകണം. അല്ലാതെ ബാക്കിയുള്ള 10% ആളുകൾക്ക് വേണ്ടി വളച്ചൊടിച്ചു കഴിഞ്ഞാൽ പടം പൊട്ടും. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഒട്ടും ഇഷ്ടമാകാതിരുന്നതും ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നിയതും സൗബിനാണ്. ആ ഇന്റർവ്യൂ എടുക്കുന്ന സീനിലെ സൗബിന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അതുപോലെ ആൻഡ്രിയൊക്കെ പോലുള്ള നായകന്മാര് ചെയ്തിരുന്നതിൽ എസ്തറിന്റെ ക്യാരക്ടർ കുറച്ചുകൂടി പൊളിയായേനെ. പിന്നെ ഒരു ക്ലാസിക് വില്ലൻ എന്ന രീതിയിൽ ചെമ്പൻ വിനോദ് വന്നതും എനിക്ക് അത്ര ദഹിച്ചില്ല. സോ സ്ക്രിപ്റ്റിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വലിയ വിജയമാവേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു ട്രാൻസ്. പക്ഷെ സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പടമാണ് ട്രാൻസ്. ടെക്നിക്കൽ ആൻഡ് ആക്ടിംഗ് സൈഡിൽ ഒരു അണ്ടർ റേറ്റഡ് ജെം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ ട്രാൻസിനെ വിശേഷിപ്പിക്കാം. ട്രാൻസ് സിനിമയുടെ ഫോളിന് പിന്നിലെ കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയെ പറ്റിയും ട്രാൻസ് എന്ന സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.